പത്തനംതിട്ടയ്ക്കായി 8 പദ്ധതികൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി സമാപിച്ചു. 4 പദ്ധതികൾ സാമൂഹിക സുരക്ഷാ വിഭാഗത്തിലും 4 അടിസ്ഥാന സൗകര്യ ടൂറിസം വികസനത്തിലുമാണ്. 4 കോടിയിലധികം രൂപയാണ് ധനസഹായമായി പത്തനംതിട്ടയിലെ ജനസമ്പർക്ക പരിപാടിയിൽ വിതരണം ചെയ്തത്. മോട്ടോർ വാഹന പണിമുടക്കിന്റെ ആലസ്യം അവഗണിച്ചും 15 മണിക്കൂറിലധികമാണ് പത്തനംതിട്ടയിലെ ജനസമ്പർക്കം നീണ്ടത്. പരാതികളിലേറിയ പങ്കും ചികിത്സാ ധനസഹായത്തിനുള്ളതായിരുന്നു. APL റേഷൻ കാർഡുകൾ BPLലേക്ക് മാറ്റുന്നതിനും അപേക്ഷ ലഭിച്ചു. പത്തനംതിട്ട ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികൾക്കും മുഖ്യമന്ത്രി ചടങ്ങിൽ തുടക്കമിട്ടു. ശബരിമലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ ആദിവാസി സ്വപ്നഭവനം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ. വനമേഖലയോട് ചേർന്നയിടങ്ങളിൽ മരം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ സർക്കാർ ഉത്തരവിനും ജനസമ്പർക്കം സാക്ഷിയായി. തേക്ക്, ഈട്ടി, മഹാഗണി, ചന്ദനം എന്നിവയൊഴികെയുള്ള മരങ്ങൾ മുൻകൂർ അനുമതിയില്ലാതെ വെട്ടിനീക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. വാഹന പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ അവശേഷിക്കുന്ന പരാതികൾ മെയ് 12 കളക്ടറേറ്റിൽ പരിഗണിക്കാനും തീരുമാനമായി. റിപ്പോർട്ടർ, പത്തനംതിട്ട.